ബിഗ് ബോസ് മലയാളം സീസൺ 7 14-ാം ആഴ്ചയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അനീഷും അനുമോളും ആ ഊഞ്ഞാലിലിരുന്നിട്ട് അവരുടെ കല്യാണത്തിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ഞാനതെല്ലാം വിട്ടു, ഇനി ഞാൻ അതിനെപ്പറ്റി സംസാരിക്കില്ല എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അനീഷിനേട്ടനെ ഒരിക്കലും ഞാൻ ഒരു വരൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല, എൻ്റെ ചേട്ടനെ പോലെയാണ് അനീഷ് ഏട്ടൻ എന്നെല്ലാം പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിലയും പിന്നെ നെവിനും കൂടിയിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ കട്ടുറുമ്പുകളെ പോലെയാണ് എല്ലാവർക്കും കണ്ടാൽ തോന്നുക. അപ്പോൾ അപ്പുറത്ത് തന്നെ അക്ബർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുകയാണ്, എനിക്ക് അനുമോളും അനീഷും കൂടിയുള്ള കല്യാണം കാണണമെന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടെ ഉള്ളത് ആരാന്ന് അറിയണില്ല. ചോദിക്കണ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, അനീഷേട്ടൻ അനുഭവിക്കുന്നത് എനിക്ക് കാണണമെന്ന്. എനിക്കിത് അനീഷ് ഒരു ഡ്രാമ ഇറക്കിയതാണോ സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു 4 ദിവസം 5 ദിവസം മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ. അപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് അനീഷ് ഒരു നല്ല തിരക്കഥാകൃത്ത് തന്നെയാണ്. അനീഷ് പറയുന്നുണ്ട്, എനിക്ക് പുറത്തിറങ്ങിയ നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ. അതിന് പറ്റിയ ഒരാൾ തന്നെയാണ് അനീഷ് അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു കാർഡ് ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. അവൾക്കറിയാം 14th വീക്കോ 13th വീക്കോ അങ്ങനെ വലിയ ചലനങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ നടക്കുകയില്ല എന്ന്. ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണോ, അത് അനുമോളെ കരുവാക്കിയതാണോ എന്നാണ് എല്ലാവർക്കും സംശയം.